മലപ്പുറം പെരുമ്പടപ്പിൽ യുവാവിനെയും മാതാവിനെയും ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ പിടിയിലായി. പാലപ്പെട്ടി സ്വദേശികളായ ഷെയ്ഖുദ്ദീൻ ഷാ, സുഹൈൽ ഷാ, മുഹമ്മദ് റഫി എന്നിവരാണ് അറസ്റ്റിലായത്. പാലപ്പെട്ടി പുതിയുരുത്തി സ്വദേശി മുഹമ്മദ് ഫാസിലിനെയും മാതാവിനെയും ആക്രമിച്ചുവെന്നാണ് കേസ്. സോണൽ കൃഷ്ണ വിവരങ്ങൾ നൽകും. സോണൽ, ഇപ്പോൾ അക്രമികളായ 3 പേർ പിടിയിലായിരിക്കുന്നു. എന്തിനാണ് ഇവർ ഒരു കുടുംബത്തെ ആക്രമിച്ചത്? സ്മൃതി, കഴിഞ്ഞ 9-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ പ്രതികളായിട്ടുള്ളവർ ഇവരുടെ, അതായത് മുഹമ്മദ് ഫാസിലിന്റെ ബന്ധുക്കൾ കൂടിയാണ്. ഇതിനിടയിൽ പ്രധാനമായി പറയേണ്ടത് ഈ പ്രതികളും അതുപോലെ തന്നെ എറണാകുളത്തുള്ള ഇവരുടെ ഒരു ബന്ധുവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ മുഹമ്മദ് ഫാസിൽ ഇടപെട്ടു എന്ന് ആരോപിച്ചാണ് ഈ മർദ്ദനമുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ബൈക്കിൽ മുഹമ്മദ് ഫാസിലും അദ്ദേഹത്തിന്റെ മാതാവും പോകുന്നതിനിടയിൽ ഈ 3 പേരെത്തി അവരെ തടഞ്ഞു നിർത്തി മർദ്ദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മൃഗീയമായിട്ടുള്ള മർദ്ദനമാണ് നടന്നത് എന്നുള്ളതാണ് ഫാസിൽ ഉൾപ്പെടെ പറയുന്നത്. ഇതിന്മേൽ പരാതി നൽകുകയും തുടർന്നാണ് ഈ 3 പേർക്കെതിരെ അന്വേഷണം നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ ഷെയ്ഖുദ്ദീൻ ഷാ എന്ന് പറയുന്ന ആ വ്യക്തി ഒളിവിൽ പോകുന്ന സാഹചര്യമുണ്ടായി. മറ്റു 3 പ്രതികളും ഇതിന് പിന്നാലെ തന്നെ ഒളിവിൽ പോകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ചാണ് ഈ പ്രതിയെ പിടികൂടുന്നത്. ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഷെയ്ഖുദ്ദീൻ ഷാ എന്ന് പറയുന്ന പ്രതിയെ പോലീസ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മറ്റ് 2 പ്രതികളിലേക്കും എത്തുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് അതിലിടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വ്യക്തി, അതായത് മുഹമ്മദ് ഫാസിലിനെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പരാതിക്ക് പിന്നാലെ കൃത്യമായി പോലീസിന്റെ അന്വേഷണം നടത്തുകയും ഒടുവിൽ പ്രതികളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് നിലവിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്മൃതി, ശരി, സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.